ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എ ബാറ്റിൽ ടു സേവ് ലഡാക്ക് ആൻഡ് ഓൾ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ന്യൂസ് ആയിരുന്നു. ഇത് GS3 വരുന്ന എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിക്കകത്ത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പിന്നെ അതുപോലെ GS1 ജോഗ്രഫിക്കകത്ത് ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ്. കാരണം ലഡാക്ക് എന്ന് പറയുന്ന ഒരു സസ്റ്റൈനബിൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു റീജിയനെ പറ്റി, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റീജിയനെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് സോനം വാങ്ചുക്. അതാരാണെന്ന് നോക്കാം. സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു രമൺ മാഗ്സസെ അവാർഡ് വിന്നറാണ്. ഒരു ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് കൂടായിരുന്നു. ഒരു 21 ഡേ ക്ലൈമറ്റ് ഫാസ്റ്റ് ലഡാക്കിൽ സോനം വാങ്ചുക് തുടങ്ങി. അതിനെക്കുറിച്ചാണ് ന്യൂസിൽ പറയുന്നത്. വിച്ച് സെർവ്സ് ആസ് എ കോൾ ടു ആക്ഷൻ for both local communities and the global population. അപ്പോൾ ലോക്കൽ കമ്മ്യൂണിറ്റീസും ഗ്ലോബൽ പോപ്പുലേഷനും എല്ലാം കൂടെ ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു 21 ദിവസത്തെ ഒരു ക്ലൈമറ്റ് ഫാസ്റ്റ് സോനം വാങ്ചുക് തുടങ്ങി. അപ്പോൾ ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന എൻവയോൺമെന്റൽ ചലഞ്ചസ് ആണ് ലഡാക്കിലെ. ലഡാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യസ് നെയ്ബർ പാകിസ്ഥാനും ചൈനയ്ക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. എൻവയോൺമെന്റലി ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ്. അതുപോലെ അതിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷനും എല്ലാം ഇതിന്റെ എൻവയോൺമെന്റൽ ചലഞ്ചസ് കൂട്ടുകയും ചെയ്യുന്നു. അവിടെ ഫ്ലഡ്സ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, ഡ്രോട്ട്സ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ് അവിടുത്തെ ഒരു ഇഷ്യൂ ആണ്. വിച്ച് ത്രട്ടൺ ദ ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് ഓഫ് ഇൻഡിജീനിയസ് ട്രൈബ്സ് റിലൈങ് ഓൺ ഫാമിംഗ് ആൻഡ് ആനിമൽ റിയറിംഗ് ഫോർ ലൈവ്ലിഹുഡ്. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം എന്താണ് അവർക്കൊരു ചലഞ്ച്. അടുത്തതായിട്ട് ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ്. നമുക്കറിയാം ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞാൽ തേർഡ് പോൾ എന്നാണ്. ഇറ്റ് ഈസ് വൈറ്റൽ ഫോർ ദ റീജിയൻസ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ സപ്ലൈയിങ് മെൽറ്റ് വാട്ടർ ടു മേജർ റിവേഴ്സ്. However, they are at high risk of melting due to global warming. ഗ്ലോബൽ വാർമിംഗ് അവരെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഐസെല്ലാം കൂടെ മെൽറ്റ് ആയി വരുമ്പോൾ താഴത്തെ ഡൗൺ സ്ട്രീമിൽ താമസിക്കുന്ന ആ റീജിയനിൽ താമസിക്കുന്ന ഒത്തിരി കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി റിവേഴ്സ് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ഈ മെൽറ്റിംഗ് ഓഫ് ഐസ് അല്ലെങ്കിൽ മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ് വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ റാപ്പിഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ലഡാക്കിൽ. ലഡാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം പുതിയൊരു ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട്. യൂണിയൻ ടെറിട്ടറി ആയി. ആർട്ടിക്കിൾ 370 പ്രിപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ലഡാക്ക് ഒരു യൂണിയൻ ടെറിട്ടറി ആയി. അപ്പം അവിടെ റാപ്പിഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഒക്കെ ഇനിഷ്യേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവിടുത്തെ ടൂറിസം എക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കെ ബൂസ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഈ പ്രോജക്റ്റിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? ബ്രിഡ്ജിന്റെ ഡെവലപ്മെന്റ് ഉണ്ട്, റോഡിന്റെ ഡെവലപ്മെന്റ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ടണൽസ്, സൂചില്ല ടണൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ റെയിൽവേ ലൈൻസ്, പിന്നെ സോളാർ എനർജി ഇനിഷ്യേറ്റീവ്സ് വരുന്നുണ്ട്. However, the speed and scale of these projects raise concerns about the environmental impact, especially in a region prone to climate change related activities. പിന്നെ അതുപോലെ ലാക്ക് ഓഫ് എൻവയോൺമെന്റൽ കൺസിഡറേഷൻ. നമുക്കറിയാം കേദാർനാഥ് ഫ്ലഡ്സ് 2013, പിന്നെ അതുപോലെ ജോഷിമർ ഡിസാസ്റ്റർ 2023 ഗവൺമെന്റ് ബോഡീസ് എല്ലാം എന്നിട്ടും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഒക്കെ ആയിട്ട് മുൻപോട്ട് പോവുകയാണ്. എൻവയോൺമെന്റൽ കൺസിഡറേഷനെ ഓവർലിക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. There is a lack of comprehensive risk assessment and adherence to safety measures, putting both local communities and project workers at risk. Frustration of climate change activists. Climate change activists express frustration. എന്തുകൊണ്ടാണ്? Lack of action by authorities despite efforts to raise awareness and seek intervention through the courts and expert committees. അടുത്തതായിട്ട് ഗ്ലോബൽ ഇംപ്ലിക്കേഷൻസ് ഈ മാറ്ററിൽ ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്കറിയാം. ഗ്ലോബലി നോക്കുന്ന ഒരു റീജിയനാണ് ഹിമാലയൻ റീജിയൻ. അപ്പം ഇത് നമുക്ക് ഫ്യൂച്ചർ ജനറേഷൻസിലേക്ക് ഇത് പ്രിസർവ് ചെയ്യേണ്ടത് ആവശ്യകത. അതുകൊണ്ട് തന്നെ നീഡ് ഫോർ കളക്റ്റീവ് ആക്ഷൻ ടു പ്രൊട്ടക്ട് ദ ഫ്രജൈൽ ഹിമാലയൻ എക്കോസിസ്റ്റം ആൻഡ് എൻഷുർ ദ വെൽബീങ് ഓഫ് ഇറ്റ്സ് ഇൻഹെബിറ്റൻസ്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിനകത്ത് വൺ ഓഫ് ദ ഒരു ആക്ഷൻ പ്ലാൻ ആണ് ഹിമാലയൻ റീജിയനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത്. ഹിമാലയൻ എക്കോസിസ്റ്റത്തിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ള ഒരു ആക്ഷൻ പ്ലാനും കൂടെയാണ് നമുക്കറിയാം. ഇതൊക്കെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് മനസ്സിൽ വെക്കുക. ഇനി അടുത്തതായിട്ട് ഇസ്രോയുടെ സീറോ ഓർബിറ്റൽ ഡെബ്രിസ് മൈൽ സ്റ്റോണിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം PSLV
C-58 എക്സ്പോസാറ്റ് മിഷൻ. അവര് ആ മിഷനിലൂടെ എന്താ സംഭവിച്ചു, ഇസ്രോയുടെ സീറോ ഡെബ്രിസ് ഇൻ എർത്ത് ഓർബിറ്റ്. നമുക്കറിയാം സ്പേസിലേക്ക് ഒരു മിഷനൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവിടെ ഇതിന്റെ ലെഫ്റ്റ് ഓവർ ആയിട്ട് ഇതിന്റെ ഡെബ്രിസ് ഒക്കെ ആ ഓർബിറ്റിൽ കിടക്കുകയാണ് പതിവ്. പക്ഷെ അതിന് വിപരീതമായിട്ട് PSLV-C-58 എക്സ്പോസാറ്റിലൂടെ നമ്മൾ എന്താ ചെയ്ത മിഷനിലൂടെ സീറോ ഡെബ്രിസ് ഇൻ എർത്ത് ഓർബിറ്റ് പ്രാക്ടിക്കലി നമ്മൾ കൊണ്ടുവരിക ചെയ്തു. Achieved through the transformation of the last stage of PSLV into the PSLV orbital experimental module 3, poem 3. PSLVയുടെ ലാസ്റ്റ് സ്റ്റേജിൽ പോയിന്റ് 3 PSLV orbital experimental module 3 ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു. This module was deorbited from 650 km to 350 km, making it more susceptible to burning up in the atmosphere. ആ 350 കിലോമീറ്ററിലേക്ക് താത്തി കൊണ്ടുവന്നിട്ട് ആ മൊഡ്യൂളിനെ എന്ത് ചെയ്തു, ബേൺ അപ്പ് ചെയ്തു അറ്റ്മോസ്ഫിയറിൽ. അങ്ങനെ സീറോ ഡെബ്രിസ് ആയിട്ട് കൺവേർട്ട് ആയി. സോ പർപ്പസ് ഓഫ് POM, അതായത് PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മോഡ്യൂളിന്റെ പർപ്പസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡെവലപ്ഡ് ബൈ ആരെ ഡെവലപ്പ് ചെയ്ത് BSS ആണ്, വിക്രം സാരാഭായ് സ്പേസ് സെൻട്രൽ ആൻഡ് ഇൻഎക്സ്പെൻസീവ് സ്പേസ് പ്ലാറ്റ്ഫോം. വലിയ എക്സ്പെൻസീവ് ഉള്ള ഇതൊന്നും അല്ല എന്നാണ് ഇത് പറയുന്നത്. ഇറ്റ് യൂട്ടിലൈസസ് ദ സ്പെൻഡ് ഫോർത്ത് സ്റ്റേജ് ഓഫ് എ PSLV rocket to perform in orbit scientific experiments with the various payloads on the functionality. ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? POEM is powered by solar panels. സോളാർ പാനൽസ് വെച്ചും അതുപോലെ ലിഥിയം അയോൺ ബാറ്ററി വെച്ചുമാണ് ഇതിന് ഫംഗ്ഷൻ ചെയ്യുന്നത്. വിത്ത് നാവിഗേഷൻ ഗൈഡൻസ് ആൻഡ് കൺട്രോൾ NGC സിസ്റ്റം കൂടെ ഉണ്ട്. നാവിഗേഷൻ ഗൈഡൻസ് കൺട്രോൾ സിസ്റ്റം കൂടെ ഉണ്ട്. ഇതിനു വേണ്ടിയാണ് ടു സ്റ്റെബിലൈസ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ്. അതിന്റെ ഹൈറ്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനുള്ള ഈ സിസ്റ്റം NGC സിസ്റ്റം ഉള്ളത്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഇസ്രോസ് നാവിക് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ഫോർ നാവിഗേഷൻ. ഇതിന് എവിടെ നിന്നാണ് ആ കമ്മ്യൂണിക്കേഷൻ ഇത് കിട്ടുന്നത്? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എടുക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരുമായിട്ടാണ്? ഇസ്രോയുടെ നാവിക് സാറ്റലൈറ്റുമായിട്ടാണ്. നമുക്ക് അറിയാവുന്ന നാവിക് സാറ്റലൈറ്റിനെ പറ്റി. ഇത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റലേഷൻ്റെയാണ്. സോ നാവിക് സാറ്റലൈറ്റ് നമ്മുടെ സാറ്റലൈറ്റ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന ഇസ്രോയുടെ നാവിക് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ, അതാണ് നാവിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹാസ് എ കമാൻഡ് സിസ്റ്റം ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഗ്രൗണ്ട് സ്റ്റേഷൻ. POEM 3 achievements. എന്തൊക്കെയാണ് ഇവർ അച്ചീവ് ചെയ്തത് നോക്കാം. POEM 3 completed 400 orbits around Earth. ഇതിനു ചുറ്റും 400 തവണ കറങ്ങി ആൻഡ് സക്സസ്ഫുള്ളി കണ്ടക്ടഡ് എക്സ്പെരിമെന്റ്സ് വിത്ത് ഇറ്റ്സ് 9 പേലോഡ്സ്. അവരുടെ 9 പേലോഡുമായിട്ട് എന്ത് ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ദീസ് പേലോഡ്സ് ഇൻക്ലൂഡഡ് ഏതൊക്കെയാണ്, ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ? BSSയുടെ കോൺട്രിബ്യൂഷനിൽ ബെല്ലാട്രിക്സ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആ ഒരു ഏജൻസിയുടെ ആ ഒരു എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോൺട്രിബ്യൂഷന്, പിന്നെ അതുപോലെ വേരിയസ് സ്റ്റാർട്ടപ്സ്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേലോഡ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതെന്നാണ് ജനുവരി 27, 2024 ഇത് കംപ്ലീറ്റ് ചെയ്തത്. റീഎൻട്രി പ്രിപ്പറേഷൻ. ആഫ്റ്റർ 2 months in orbit, POEM 3 prepared for re-entry into Earth's atmosphere. Tracked by ആരൊക്കെ ട്രാക്ക് ചെയ്ത്? ഇസ്രോസ് ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് സ്റ്റേഷൻസ്. On March 21, 2024, POEM 3 re-entered the atmosphere and burned up, completing its mission. മാർച്ച് 21, 2024 മിഷൻ കംപ്ലീറ്റ് ചെയ്തു. POEM 3 എന്ത് ചെയ്തു? നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എൻട്രി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബേൺ അപ്പ് ചെയ്തു. Significance of debris mitigation. ഇപ്പൊ നമുക്കറിയാം increasing number of satellites in orbit, space debris has become a significant concern. അപ്പം ഇങ്ങനെ സാറ്റലൈറ്റ്സ് ഒക്കെ കൂടുന്ന സമയത്ത് ഓർബിറ്റിൽ എന്ത് സംഭവിക്കും? സ്പേസ് ഡെബ്രിസ് അതുപോലെ ഒരു കൺസേൺ ആയിട്ട് മാറും. സ്പേസ് ഡെബ്രിസ് പോസസ് റിസ്ക്സ് ടു സ്പേസ് അസറ്റ്സ് ആൻഡ് ദ നമ്പർ ഓഫ് objects in orbit is expected to increase substantially by 2030. 2030 ഭയങ്കരമായിട്ട് കൂടുന്നതെന്നാണ് പറയുന്നത് ഒബ്ജക്ട്സ് നമ്മുടെ സ്പേസിൽ. അതുപോലെ there are currently no international laws specifically addressing LEO debris. LEO എന്ന് പറഞ്ഞാൽ ലോ എർത്ത് ഓർബിറ്റ് ഡെബ്രിസിനെയാണ്. കറന്റ് ഒരു നോ ഇന്റർനാഷണൽ ലോസ് സ്പെസിഫിക്കലി അഡ്രസ്സിംഗ് ലോ എർത്ത് orbit debris, but efforts are made to mitigate debris through guidelines such as ഏതൊക്കെ ഗൈഡ്ലൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്? as provided by the Inter-Agency Space Debris Coordination Committee. ഇവരെ കുറിച്ച് ഗൈഡ്ലൈൻസ് എന്ന് കൊണ്ടുവരുന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മേജർ എഫേർട്സ് എന്തിനു വേണ്ടിയാണ് ഡെബ്രിസ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഗൈഡ്ലൈൻസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.